ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പല രീതിയിലാണ് ദീപാവലി ആഘോഷിക്കുന്നത്. അതിന് പുറകിൽ ഐതിഹ്യങ്ങളും വ്യത്യസ്തമാണ്. ഈ ദിവസത്തിലെ ആഘോഷങ്ങളെല്ലാം ഏകദേശം സെയിം ആയിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപാവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ദീപാവലി എന്ന് പറയുന്ന അതിൻ്റെ അർത്ഥം തന്നെ ദീപങ്ങളുടെ ബലി. അതായത് ദീപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപം, വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിര അല്ലെങ്കിൽ വരിവരിയായി. അപ്പൊ ദീപങ്ങൾ വരിവരിയായി അടുക്കി വെച്ചുകൊണ്ടുള്ള ആഘോഷമാണ് ദീപാവലി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ കേരളത്തിൽ ദീപാവലി എങ്ങനെയാണ് ആഘോഷിക്കുന്നത്, അതിന്റെ പുറകിലുള്ള ഐതിഹ്യം എന്താണ്, അത് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നു. കേരളത്തിൽ ആക്ച്വലി വളരെ കുറവാണ് ദീപാവലി ആഘോഷിക്കുന്നത്. പല സ്ഥലങ്ങളിലും ദീപാവലി അത് തമിഴ്നാട്ടിലെ ഉത്സവമല്ലേ എന്നുള്ളത് മാത്രമാണ് അറിയുക. തമിഴ്നാടിന് മാത്രമല്ല, ഭാരതത്തിൽ ഒട്ടേറെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ ആഘോഷിക്കപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്, ഒരു സെലിബ്രേഷൻ കൂടിയാണ് ദീപാവലി എന്ന് പറയുന്നത്. നരകാസുരൻ ഒരുപാട് അക്രമങ്ങൾ കാണിക്കുകയും ചെയ്തു. സ്ത്രീകളെയും ശിശുക്കളെയൊക്കെ ഒരുപാട് പേര് ഉപദ്രവിക്കുകയും 5 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രൊസീജിയറാണ് നോർത്തിലൊക്കെ. നമുക്ക് കേരളത്തിൽ ഒരു ദിവസമാണ് നമ്മൾ ആഘോഷം